18ാം ലോക്സഭയിലെ സ്പീക്കറെ ബുധനാഴ്ചയാണ് തിരഞ്ഞെടുക്കുന്നത്. രാജസ്ഥാനിലുള്ള ഓം ബിർല നാളെ രാജസ്ഥാനിലുള്ള ഓം ബിർല തന്നെ ആകുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? അല്ല, ഓം ബിർല ആണെന്നുള്ള സൂചനകളാണ് വരുന്നത്. അല്ല, എനിക്ക് ഞാൻ നോക്കുന്നത് ഈ പാർലമെൻറ്റിൽ നടക്കുന്ന അസാധാരണമായ സംഭവങ്ങൾ ചിലത് പറയാം. എന്നിട്ട് നമുക്ക് ഓം ബിർലയുടെ കാര്യം പറയാം. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഭരണഘടനയ്ക്ക് ജയ് വിളിച്ചുകൊണ്ടാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്നത്തെ ദിവസം നന്നായി. ഇന്ന് ജൂൺ 25. ജൂൺ 25 അർദ്ധരാത്രിയാണ് 1975. അതായത് 49 വർഷങ്ങൾക്ക് മുമ്പ് രാഹുലിൻ്റെ അമ്മൂമ്മ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഭരണഘടനയെ അട്ടിമറിച്ച് എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും ഫ്രീസ് ചെയ്ത് ഏകാധിപത്യ ഭരണം നടത്തിയ ആളുടെ കൊച്ചുമകനാണ് അമ്മൂമ്മ ചെയ്ത ആ പാതകത്തിൻ്റെ ദിവസമായി ഇന്ന് ഭരണഘടനയ്ക്ക് ജയ് വിളിച്ചതെന്നുള്ളത് ഒരു കാവ്യനീതിയാണ്. കാലം അയാളെ കൊണ്ട് വിളിപ്പിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അയാളെന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ഇന്ന് പാർലമെൻറ്റ് ചേരുകയാണ്. ഇന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിച്ചാൽ അതെത്ര അപഹാസ്യമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മുത്തശ്ശിയെ തള്ളി പറഞ്ഞതായിരിക്കാം. മുത്തശ്ശിയാണല്ലോ ഭരണഘടനയെ അട്ടിമറിച്ചത്. തൻ്റെ മുത്തശ്ശി ഭരണഘടനയെ അട്ടിമറിച്ചതിന് പ്രായശ്ചിത്തം എന്നോണം രാഹുൽ ഗാന്ധി ഭരണഘടനയ്ക്ക് ജയ് വിളിച്ചതാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു. അദ്ദേഹത്തിന് സല്യൂട്ട്. അദ്ദേഹം മുത്തശ്ശി ചെയ്ത ജനാധിപത്യത്തോട് ചെയ്ത കൊടും പാതകത്തെ അദ്ദേഹം ഏറ്റെടുത്ത് അതിന് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ അദ്ദേഹം എന്ന് തന്നെ വിളിക്കാം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ന് പാർലമെൻറ്റിൽ മറ്റൊരാൾ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈദരാബാദിൽ നിന്ന് അസുദ്ദീൻ ഒവൈസി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരു മുദ്രാവാക്യം വിളിച്ചു. ജയ് ഭീം, ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പാലസ്റ്റീൻ. നമ്മുടെ പാർലമെൻറ്റിൽ ജയ് ഭീം എന്ന് വിളിച്ചു, ജയ് മീം എന്ന് വിളിച്ചു, ജയ് തെലങ്കാന എന്ന് പറഞ്ഞു, എന്നിട്ട് ജയ് പാലസ്റ്റീൻ. ഇന്ത്യൻ പാർലമെൻറ്റിൽ പാലസ്തീന് ഇന്ത്യക്കില്ല, ജയ് ഹിന്ദ് എന്നില്ല. 2019 ഇദ്ദേഹം അല്ലാഹു അക്ബർ ജയ് ഹിന്ദ് എന്ന് വിളിച്ചു. ഇന്ന് അല്ലാഹു അക്ബറിനെ ഒഴിവാക്കി ജയ് ഹിന്ദ് ഒഴിവാക്കി. അദ്ദേഹത്തിൻ്റെ രാജ്യം ഇന്ന് പാലസ്തീനാണ്. തെലങ്കാന സംസ്ഥാനമുണ്ട്, കാരണം അവിടെ നോട്ട് കിട്ടിയാണ്. ഇല്ലെങ്കിൽ ചെല്ലുമ്പോൾ ആളുകൾ ചീമോട്ട എറിയും. മാധവീലതയെ പോലെയുള്ള അതിശക്തയായ പ്രബലയായ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിച്ചിട്ടാണ് ഒവൈസി വീണ്ടും ജയിച്ചു വന്നത്. 5ാം തവണയാണ് MP ആവുന്നത്. അതെന്തോ ആവട്ടെ. പക്ഷേ പലസ്തീന് വേണ്ടിയിട്ട് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് മുദ്രാവാക്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മ്ലേച്ഛമാണ്. ഇപ്പോൾ വേണമെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം, അത് നമ്മുടെ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് അത് മുദ്രാവാക്യം വിളിച്ചതല്ല. അദ്ദേഹം വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് മനസ്സാ പ്രാർത്ഥിച്ചതും മൈക്ക് പിടിച്ചെടുത്തതാണ്. ഓരോരുത്തരും അങ്ങനെയല്ലേ. ചിലർ മനസ്സിൽ പ്രാർത്ഥിക്കും. അദ്ദേഹം സാവകാശം മന്ത്രിച്ചു കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് വിളിച്ചിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് മുദ്രാവാക്യം വിളിയായിരുന്നില്ല. ഒവൈസി കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത 2019 ചെയ്ത അല്ലാഹു അക്ബർ ജയ് ഹിന്ദ് എന്നാണ് വിളിച്ച്. അല്ലാഹു ആണ് രാജാവ്, അദ്ദേഹത്തിൻ്റെ രാജാവായിരിക്കും. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രാജാവ് അല്ലാഹു ഒന്നുമല്ല. അത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രാജാവ് ഭരണഘടനയാണ്, അല്ലേ? അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ അധിപൻ സ്പീക്കറാണ്, അധിപൻ. അപ്പോൾ അത് മറന്നിട്ട് അതിനെ മാറ്റിമറിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന താല്പര്യം ഇസ്ലാമിക രാഷ്ട്രമെന്ന സങ്കല്പത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ഒവൈസി 2019 കാണിച്ചത്. ഇപ്പോൾ ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന കഴിഞ്ഞിട്ട് പലസ്തീനെ മുദ്രാവാക്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് കൂറില്ലാതെ ഒരു വിദേശ രാജ്യത്തിന് വേണ്ടി നമ്മുടെ പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുടെ മനസ്സ് എത്രത്തോളം വിഷലിപ്തമാണ് എന്നുകൂടി ആലോചിക്കണം. അപ്പോൾ ഇത് ശോഭാ കരന്ദലജെ, നമ്മുടെ കർണാടകയിൽ നിന്നുള്ള MP, കേന്ദ്രമന്ത്രി, അവർ എതിർത്തിട്ട് പ്രോട്ടേം സ്പീക്കറിനെ ശ്രദ്ധപ്പെടുത്തി ഈ മുദ്രാവാക്യം, ഇത് ഇങ്ങനെ വിളിച്ച മുദ്രാവാക്യം സഭാരേഖകളിൽ ഉണ്ടാവില്ല എന്ന് റൂളിങ്ങും വന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിലെ ആദ്യമായി ഒരു പ്രസംഗം സ്പീക്കറുടെ ചെയറിലിരുന്ന് ഓവർ റൂൾ ചെയ്ത് ഒവൈസിയുടെ പ്രസംഗമാണ്. എന്നിട്ട് എന്താണ് നമ്മുടെ ഒരു ചാനലിലും കാണിക്കാത്തത്? നാളെ പത്രത്തിൽ വരുമോ? വാർത്ത വരില്ല. അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾക്ക് ഈ രാജ്യത്ത് എന്തും കാണിക്കാം. അവരെന്ത് തോന്നിവാസം കാണിച്ചാലും നമ്മുടെ പത്രങ്ങളിൽ വരില്ല, നമ്മുടെ ചാനലുകളിൽ വരില്ല. ഇതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിൽക്കുന്ന സിസ്റ്റം. ഈ രാജ്യം ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുള്ള രാജ്യമാണ്. അതേസമയം ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ നാളെ എല്ലാം ഹെഡ്ലൈൻസാണ്.
ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓം ബിർളയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ അതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പാർലമെൻറ്റിൽ നടന്നിട്ടുണ്ട്. ഇത് നമ്മൾ പറയാതെ ആരും അറിയാനൊന്നും പോകുന്നില്ല, ഒരു മാധ്യമവും പറയത്തില്ല. ഇത് പ്രേക്ഷകർ അറിയണം, അറിയിക്കാൻ ABC മാത്രമേ ഉള്ളൂ എന്നുള്ള വിചാരത്തിലാണ് പറഞ്ഞത്. ഇനി ഓം ബിർളയുടെ കാര്യം പറയാം. ഓം ബിർള സ്പീക്കർ ആവട്ടെ, അദ്ദേഹം കഴിഞ്ഞ പാർലമെൻറ്റിലും പ്രശംസനീയമായ നിലയിൽ പ്രവർത്തിച്ച ഒരു സ്പീക്കറാണ്. സ്പീക്കർ പദവി ഇപ്പോൾ ആദ്യമേ എന്താ കരുതിയത്, NDA അധികാരത്തിൽ വരത്തില്ല, NDAക്ക് സീറ്റ് കുറഞ്ഞപ്പം മോദി ക്ഷീണിച്ചു, അതുകൊണ്ട് മോദി പ്രധാനമന്ത്രി ആവത്തില്ല. മോദി പ്രധാനമന്ത്രിയായി. മോദി പ്രധാനമന്ത്രി ആയപ്പോഴത്തേക്ക് അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആവത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ സത്യപ്രതിജ്ഞ നടന്നപ്പോൾ അമിത്ഷാ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തില്ല. 2019 രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തില്ല. അങ്ങനെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ മനോരാജ്യം ഉണ്ണുകയായിരുന്നു. മനോരാജ്യത്തിലെ രാജാക്കന്മാരെ പുതിയ പുതിയ കഥകൾ മെനയുകയാണ്. അവസാനം അമിത്ഷാ ആഭ്യന്തരമന്ത്രിയുമായി. പിന്നീട് പറഞ്ഞെന്താണ്, സർക്കാരിൻ്റെ കാര്യം വലിയ പ്രതിസന്ധിയായിരിക്കും, TDPയും JDയും അങ്ങോട്ടും ഇങ്ങോട്ടും മോദിയെ വിട്ടത്തില്ല. അവർ രണ്ടുപേരും മോഡിയുടെ കാലിൽ തൊട്ട് നിതീഷ് ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ കാല് തൊഴുന്ന വീഡിയോയും ചിത്രങ്ങളും കേരളത്തിലെ ഒഴികെയുള്ള എല്ലാ മാധ്യമങ്ങളിലും വന്നു. കേരളത്തിലെ ആളുകൾ അറിഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും അവരുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് NDAയുടെ അവിഭാജ്യ ഘടകങ്ങളായി ഞങ്ങൾ നിൽക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. പിന്നെയുള്ള പ്രതീക്ഷ ചന്ദ്രബാബു നായിഡു മിക്കവാറും സ്പീക്കർ സ്ഥാനം ചോദിക്കും, അപ്പോൾ പ്രശ്നമാവും, അപ്പോൾ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞായിരുന്നു കളി. അവസാനം അത് പവനായി ശവമായി. സ്പീക്കറായിട്ടും BJPക്കാരൻ തന്നെ വന്നു. ഇപ്പോൾ ഉള്ള പ്രതീക്ഷ എന്നറിയോ, സ്പീക്കർ ഇപ്പോൾ പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പിന് വിപ്പുണ്ട്, സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിന് വിപ്പില്ല. ആളുകൾക്ക് മനസാക്ഷി വോട്ട് ചെയ്യാം. അപ്പോൾ സ്പീക്കർ വന്നു കഴിഞ്ഞാലേ വിപ്പിന് പിന്നെ പ്രസക്തിയുള്ളൂ. അപ്പോൾ വിപ്പില്ല. അതുകൊണ്ട് ചിലപ്പോൾ NDA മുന്നണിയിലെ കുറേ ആളുകൾ ഇന്ത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തിരിച്ചു വോട്ട് ചെയ്തേക്കും എന്നുള്ള മലർപ്പൊടി സ്വപ്നത്തില്ല. അതും ഇപ്പോൾ പൊളിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസം വന്നു. സ്പീക്കർ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തി, സ്പീക്കർ സ്ഥാനത്ത് ഓം ബിർളയെ അംഗീകരിക്കാം, ഡെപ്യൂട്ടി സ്പീക്കർ ഞങ്ങൾക്ക് തരണം, ഇത് ഞങ്ങളോട് ആരോടും ആലോചിക്കാതെയാണ് എന്ന് പറഞ്ഞ് ഒരു കശപിശ ഇപ്പോഴേ ഇന്ത്യ മുന്നണി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഞാൻ കരുതുന്നില്ല ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമൊന്നും ഇന്ത്യ മുന്നണിക്ക് കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ല, ഒരു നിയമവും ഇല്ല. ഇവിടെ കിടന്ന് കരഞ്ഞല്ലോ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കർ ആക്കിയില്ലത്. എന്താ അദ്ദേഹം 8 തവണ പാർലമെന്റ് മെമ്പറായി, ഏറ്റവും സീനിയർ, രാഹുൽ ഗാന്ധിക്കാൾ സീനിയർ അല്ലേ, ഒരു ദളിതനെ ആക്കിയില്ല. അപ്പോൾ വാശിയോടെ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും എന്താ ചെയ്യണമെന്നറിയോ, കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കണം. ആക്കുമോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാക്കാൻ വയ്യ? കാരണം പ്രോട്ടേം സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒരു പദവി പോലുമല്ല. ഇത് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഇറങ്ങി പുറകെ പോയിരുന്നോണം. മണിക്കൂർ നേരത്തേക്ക് ഒരു അധികാരവും ഇല്ലാതെ, ഒരു പദവിയും ഇല്ലാത്ത, ഒരു താൽക്കാലികമായി ഒരു കസേരയിൽ അധ്യക്ഷനായിട്ടിരിക്കാൻ മാത്രമുള്ള പദവിയാണ് പ്രോട്ടേം സ്പീക്കർ. അത് ദളിതനായതുകൊണ്ട് ബ്രാഹ്മണർക്ക് ദളിതന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് ഇവർക്ക് എന്താ അറിയാവുന്നത്, ഈ BJP MPമാരിൽ മഹാഭൂരിപക്ഷവും OBCക്കാരും SC/STയുമാണ്. ഏറ്റവും കൂടുതൽ SC/ST OBC MPമാരുള്ള BJPയിലാണ്. ബ്രാഹ്മണരൊക്കെ മൈനോറിറ്റിയാണ്. അപ്പോൾ കഥയാണ്. അതായത് ബ്രാഹ്മണർക്ക് പട്ടികജാതിക്കാരുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കൊടിക്കുന്നിലെ ആക്കിയിട്ടുള്ളത്. ആദ്യമേ കൊടിക്കുന്നിലിന് വേണ്ടി കരഞ്ഞ മനോരമ ഇന്നലെ ഒരു സ്റ്റോറി ചെയ്തു. ഇതാദ്യമായിട്ടല്ല, നെഹ്റുവിൻ്റെ കാലത്തും ഏറ്റവും സീനിയർ മെമ്പറെ പ്രോട്ടേം സ്പീക്കർ ആക്കിയിട്ടില്ലത്. ഈ ജനാധിപത്യ ചിന്തക്കാരനാണ് നെഹ്റു എന്നാണ് പറയുന്നത്. ആ നെഹ്റു ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെഹ്റുവിനെ പോലെ ജനാധിപത്യത്തെ കശക്കി എറിഞ്ഞ മറ്റൊരാളില്ല. അതിൻ്റെ ഒരു കണക്ക് രാവിലെ നമ്മളൊരു ഷോയിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതായത് നമ്മുടെ ഇന്ത്യയിൽ സർക്കാരുകളെ പിരിച്ചുവിട്ടൊരു കണക്കുണ്ട്. ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് ഇവർ പാർലമെൻറ്റിൽ പറഞ്ഞുകൊണ്ടാണ്. നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട 7 സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്, 7 ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി എത്രയാണെന്നറിയോ? 49 തവണ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. രാജീവ് ഗാന്ധി 6 തവണ, നരസിംഹറാവു 11 തവണ. എന്തിന് മിണ്ടാപ്പൂച്ചയായിട്ട് ഇങ്ങനെ പാവ നടക്കുന്ന പോലെ നടക്കുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 11 സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്, 11 തവണ. നരേന്ദ്രമോദിയുടെ കാലത്ത് ഒരു സംസ്ഥാന സർക്കാരും നരേന്ദ്രമോദി പിരിച്ചുവിട്ടിട്ടില്ല. എന്നിട്ട് നരേന്ദ്രമോദി ജനാധിപത്യ വിരുദ്ധൻ എന്ന് പറയുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പ്രോട്ടേം സ്പീക്കറായിട്ട് ജാതിയുടെ പേരിൽ ഏറ്റവും സീനിയറായ, ഏറ്റവും കൂടുതൽ തവണ MP-ആയ, 8 തവണ MP-ആയ കൊടിക്കുന്നിലിനെ BJPയുടെ സവർണ ഫാസിസ്റ്റ് ഭരണകൂടവും പാർട്ടിയും അംഗീകരിച്ചില്ലെങ്കിൽ, ഏറ്റവും സീനിയറായ, ഏറ്റവും കൂടുതൽ തവണ MP-ആയ പട്ടികജാതിക്കാരനായ കൊടിക്കുന്നിലിനെ നിങ്ങൾ പ്രതിപക്ഷ നേതാവാക്കുമോ?
പുളിക്കും, ഇച്ചിരി പുളിക്കും. അത് വിട്ടുള്ള കളിയൊന്നുമില്ല. അപ്പം അത് സവർണ ബ്രാഹ്മണ രാഹുൽ ഗാന്ധിയാണ് ബ്രാഹ്മണനാണ്, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണെന്ന് ദൈവം ആർക്കും അറിയത്തില്ല, അല്ലേ? ഏതാണെന്ന് അറിയത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ വഴിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അച്ഛൻ വഴി അമ്മ വഴിയുള്ള കണക്ഷൻ ആലോചിച്ച് നോക്കിയാൽ ഏതാണെന്ന് അറിയത്തില്ല. ഏതാണ്ട് കോക്ടെയിൽ പോലെയാണ്. എന്നിട്ട് പുള്ളി ജാഡുധാരിയാണെന്ന് പറയും, ബ്രാഹ്മണനാണെന്ന്. അതെന്തോ ആവട്ടെ. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നതും കീഴ്വഴക്കം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സൗകര്യത്തിലാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ വലിയൊരു ഷോ കണ്ടു, സിനു കണ്ടായിരുന്നോ? ഈ മറ്റേ ചെറിയ ഡയറി പോലത്തെ ഭരണഘടന പൊക്കി എല്ലാ കുറച്ച് പേരിങ്ങനെ പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ നിറം കണ്ടായിരുന്നോ? അവർ പൊക്കിപ്പിടിക്കുന്ന ഭരണഘടനയുടെ കോപ്പിയുടെ നിറം കണ്ടിട്ടുണ്ടോ? ചുവപ്പ്. ലോകത്തൊരൊറ്റ രാജ്യത്തിനെ ചുവന്ന നിറത്തിൽ ഭരണഘടനയുള്ളൂ, ചുവന്ന കവറുമായിട്ട്. ചൈനയ്ക്ക് അതാണ് പൊക്കി പിടിക്കുന്നത്. ചൈനയുടെ ഭരണഘടന പോലെയുള്ള ഇന്ത്യൻ ഭരണഘടന അടിച്ചിറക്കിയിരിക്കുന്നു. ഇന്ത്യ എന്നില്ലെങ്കിൽ ചൈനയായിട്ട് തോന്നും. ഇന്ത്യൻ ഭരണഘടന ഇന്ന് വരെ ചുവന്ന കളറിൽ അച്ചടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ടീം ഇന്ത്യയുടെ പക്കലിരിക്കുന്ന ഭരണഘടനയുടെ കോപ്പിക്ക് ചുവന്ന കവർച്ചട്ട ഉണ്ടായത്? ഭാരതത്തിൻ്റെ ട്രൈ കളറല്ല ഉള്ളത്, ചുവന്ന നിറത്തിൽ ഭരണഘടന പോക്കറ്റ് എഡിഷൻ അടിച്ചിട്ട് പൊക്കി കാണിച്ചിട്ടാണ് സോണിയാഗാന്ധി ഈ പ്രവൃത്തികളെല്ലാം കൂടെ നിൽക്കുന്ന ഫോട്ടോസ് വിഷ്വൽസൊക്കെ വന്നു. എല്ലാവരുടെയും ചുവന്ന ഭരണഘടന. ഇനി അതിന് പിന്നെ എന്തൊരു അജണ്ട ഉണ്ടോ? സംശയം എന്താ? ചൈന, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തില്ലേ, ചൈനയ്ക്ക് വേണ്ടി ആൻഡമാനിൽ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തുന്ന 72,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിനെ ചൈനയ്ക്ക് ബദലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അതിനെ കോൺഗ്രസ് എതിർക്കുന്നു, ലഡാക്കിൽ എതിർക്കുന്നു. അപ്പം ചൈനയ്ക്ക് വേണ്ടി വർത്തമാനം പറയുന്ന ആളുകളായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ചുവന്ന നിറത്തിലുള്ള ഭരണഘടനയുമായി നിൽക്കുന്നത്. അപ്പോൾ ലോക്സഭയിലെ കുറേ എം പിമാരുടെ രാഹുലിൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരുടെയും ചുവന്ന ഭരണഘടനയാണ്, ചുവന്ന കവറുള്ള ഭരണഘടന. അതൊന്നും വെറുതെ അല്ല, ചൈനയിൽ അച്ചടിച്ച് കൊടുത്തതായിരിക്കും കേട്ടോ. ഇവരെന്തോ കുറേ പൈസ കിട്ടിയിട്ടുണ്ട്, ചൈനയിൽ കുറേ കോടികൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചൈനീസ് അംബാസഡറുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൈനയുടെ പണം ഉപയോഗിച്ച്, സോറസിൻ്റെ പണം ഉപയോഗിച്ച് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക. ഇവർക്കെങ്ങാനും ഭരണം കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഈ രാജ്യത്തെ 148 കോടി ജനങ്ങളെയും വിറ്റ് പണ്ടാറടക്കി ഈ രാജ്യത്തെ 4 കഷ്ണമാക്കി മുറിച്ച് ലഡാക്ക് ചൈനയ്ക്കും കൊടുത്ത്, POKയും കാശ്മീരും പാകിസ്ഥാനും കൊടുത്ത് ഈ രാജ്യത്തെ കട്ടുമുടിച്ച് വെട്ടിപ്പിളർന്ന് തിന്നേനെ. അപ്പോൾ ഓം പ്രകാശ് നമുക്ക് സ്പീക്കറിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഏതായാലും നാളെ ഇലക്ഷൻ നടക്കും. നാളെ ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്ക് BJPയുടെ ആൾ തന്നെ സ്പീക്കറാവും. എല്ലാ പ്രതീക്ഷകളും പോവുകയാണല്ലോ. എന്ത് ചെയ്യും അമ്പാനെ കളി പാളിയല്ലോ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അതെ, ഇങ്ങനെ ഓരോന്നോരോന്ന് പൊക്കി കെട്ടിക്കൊണ്ട് വരുന്നു, ചീട്ടുകൊട്ടാരം പോലെ അത് അടിച്ചു വീഴും. അല്ല, ഇനി വലിയൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്നറിയോ? ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്, സിനു എന്നോട് ജനാധിപത്യ വിരുദ്ധം എന്നൊക്കെ പറയായിരിക്കും. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞാൽ മോദി ചെയ്യേണ്ട 2 കാര്യമുണ്ട്. മോദി, അമിത്ഷായും അദ്ദേഹം കൂടെ ഇന്ത്യ മുന്നണി നിൽക്കുന്ന 5-6 പേരെ വലിച്ചിക്കൊണ്ട് കൂട്ടണം. ഉടനെ ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു, കുതിരക്കച്ചവടം, തേങ്ങാക്കൊല എന്നൊക്കെ പറയുമല്ലോ. എടാപ്പനെ ഇവർ തുടങ്ങി വെച്ചില്ലേ? ഈ NDAക്ക് ഭൂരിപക്ഷം കിട്ടിയ ഉടനെ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമോ എന്ന് വിളിച്ച് സംസാരിച്ച് കുതിരക്കച്ചവടത്തിന് തുടക്കം കുറിച്ചതാരാ? ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണി തുടങ്ങി, അവർ വിജയിച്ചില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിക്കാവുമെങ്കിൽ NDAക്ക് ചെയ്തുകൂടെ? പിടിച്ചോണ്ട് പോകണം. കിട്ടുമെങ്കിൽ സ്റ്റാലിനെ തന്നെ കൊണ്ടുപോകണം. ഇല്ല, ഇവർ ചെയ്തില്ലേ? കർണാടക ഇലക്ഷൻ, കർണാടകയിൽ കുമാരസ്വാമിയും പാർട്ടി ജനതാദളും BJP കൂടെ ഒന്നിച്ച് മത്സരിച്ചു. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ JDUവിനെ പിടിച്ചവർ പോയി സർക്കാർ ഉണ്ടാക്കി, ജനാധിപത്യം. അതേസമയം അവിടുന്ന് കുറേ പേരെ BJP ഇങ്ങോട്ട് പിടിച്ചാൽ ജനാധിപത്യം, കുതിരക്കച്ചവടം. മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ്? കൂടെ നിന്ന ശിവസേനയെ ഇവർ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി, ജനാധിപത്യം. അവിടുന്ന് കുറേ പേരെ BJP തിരിച്ചു പിടിച്ചപ്പോൾ കുതിരക്കച്ചവടം. എന്തൊരു ലോജിക്കാണ് വൃത്തികെട്ടവന്മാർ. ഇതാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി, എനിക്ക് മലയാളം മലയാളം അറിയാവുന്ന BJPയുടെ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പറ്റിയ ഒന്ന് പറഞ്ഞു കൊടുക്കുക ആ കാരണവരോട്. ഇവന്മാരുടെ അടപടലം പിടിച്ചെടുത്ത് ഇവന്മാരെ നിലം പരിശാക്കാനുള്ള വല്ല പണിയുണ്ടേ ചെയ്യുക. കാരണം ഇവന്മാർ ചെയ്യുന്നതല്ല ജനാധിപത്യം, ഇവർ ചെയ്യുന്നതാണ് ജനാധിപത്യ വിരുദ്ധമായ ആഭാസം, അനാർക്കിസമാണ്. ഈ രാജ്യത്തെ നശിപ്പിക്കാനുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മുന്നണി ഒന്ന് പണ്ടാറടക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യുക. ഇതൊക്കെ കണ്ട് മടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.